ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിയെ കുറിച്ചിട്ടാണ്. സാധാരണയായി കണ്ടുവരുന്നത് രണ്ട് രീതിയിലുള്ള അലർജിയാണ്. ഒന്ന് പൾമനോളജി, ഈ തുമ്മൽ, ചുമ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി. രണ്ടാമത്തേത് ഈ ചൊറിച്ചിൽ, അട്ടിക്കേരിയ പോലുള്ള അലർജി. ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റാണ്, ഡോക്ടർ പൾമനോളജിസ്റ്റാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിലുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ് അലർജി, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഓക്കെ, അലർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടിക്കിളോ എന്തെങ്കിലും ഒരു ട്രിഗറോ വന്നാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർ പോയി പൊടി തട്ടി അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ. പക്ഷേ ഈ അലർജി ഉള്ള ആൾക്കാരിൽ അത് ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസ് ആണ്. അതൊരു അബ്നോർമൽ എക്സാജറേറ്റഡ് റെസ്പോൺസ് എന്ന് പറയാം. അവർക്ക് നമ്മൾ പലപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, ഓക്കെ ഈ ഇമ്മ്യൂണിറ്റി കുറവാണോ എൻ്റെ കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ പലപ്പോഴും അത് ഇൻഫെക്ഷൻ ആയിക്കണമെന്നില്ല. ഈ അലർജി എന്ന് പറയുന്നത് നോർമലി വേറൊരാൾക്ക് ഒരു റെസ്പോൺസ് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത സാധനങ്ങൾ ഈ അലർജി ഉള്ള ആൾക്കാരിൽ ഇതൊരു ഓവറായിട്ട് റെസ്പോൺസ് വരുന്നു. അതാണ് ബേസിക്കലി അലർജി എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് പല തരത്തിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കത് ചിലർക്ക് കണ്ണിൻ്റെ അലർജി ആവാം, നേസൽ അലർജി ആവാം, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും, ആസ്മയാവാം, സ്കിന്നിനാവാം. അങ്ങനെ ഏത് ഭാഗത്തെയും അത് ചിലപ്പോൾ അത് വയറിനെ വരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ചിലർക്കത് ഫുഡ് അലർജി ആയിട്ട് വയറിന് മാത്രം ബാധിക്കുന്ന അലർജീസും ഉണ്ട്. അതൊരു സ്പെക്ട്രം ഓഫ് ഡിസീസസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇറ്റ്സ് പ്രൈമർലി ഒരു ഡിസീസസ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ തന്നെ അലർജിയെ നമുക്ക് പെടുത്താം. മാഡം, പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഈ അലർജി ആണ് എന്ന് പറയുന്നത്, തുമ്മലിനെ ഒന്നും നമ്മൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അലർജിക് ആയിട്ട് ആൾക്കാർ ജനറൽ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. പക്ഷേ സ്കിന്നിൽ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന വേർഡാണ് അതെന്തോ അലർജി ആയതാണ്. അപ്പം ഡെർമറ്റോളജി ആസ്പെക്റ്റിൽ ഈ അലർജിക് എന്ന് പറയുന്നതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് വിവരിക്കാമോ? എന്താണ് അലർജി? രണ്ട് രീതിയിൽ വരും സാധാരണ അലർജീസ്. രണ്ട് ടൈപ്പ് സ്കിൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ശ്വാസകോശത്തിൽ നമ്മൾ പറയുമ്പോൾ ശ്വാസം മുട്ടലായിട്ട് വരാം, ചിലർക്ക് തുമ്മലായിട്ട് വരാം. അത് രണ്ട് ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ. അത് പനി സ്കിന്നിൽ വരുമ്പോൾ ഒന്നെങ്കിൽ ഏർട്ടിക്കേരിയ എന്ന് വെച്ചാൽ ഈ തണർത്ത് പൊന്തി വരുന്ന പുഴുവരിച്ചാലൊക്കെ പൊന്തുന്ന മരുത്തി ഇങ്ങനെ തണർത്ത് പൊന്തി വരുന്ന ടൈപ്പ് അലർജീസ്. അതല്ലെങ്കിൽ എക്സീമ. കുറേ ടൈപ്പ് എക്സീമസ്. ഇന്ന സാധനം നമുക്ക് സ്കിന്നിൽ കോൺടാക്ട് വരുമ്പോൾ ചൊറിഞ്ഞ് ഇങ്ങനെ സ്കെയിലിംഗ് ആയിട്ട് സ്കിന്ന് ഡ്രൈ ആയി ചിലപ്പോൾ പൊട്ടി നീരൊലിച്ച് അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് അലർജി. ഇത് രണ്ടുമാണ് സാധാരണഗതിയിൽ സ്കിന്നിൽ വരുന്ന അലർജിക് മാനിഫെസ്റ്റേഷൻ. ഓക്കെ മാഡം, നേരത്തെ സംസാരിച്ചൊരു കാര്യം, അതായത് എനിക്കും ആക്ച്വലി എൻ്റെ ഫ്രണ്ട് സർക്കിളിലായാലും എൻ്റെ ഫാമിലിയിലായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള എന്താ വെച്ചാൽ അലർജി നല്ലപോലെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും പറയുന്നൊരു വേർഡാണ്, അതായത് ആൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണോ. അപ്പം മാഡം നേരത്തെ പറഞ്ഞു അത് അങ്ങനെ ഉള്ള ഒരു ആസ്പെക്റ്റ് അല്ല. ലൈക്ക് ആക്ച്വലി ഇമ്മ്യൂണിറ്റി കുറവ് എന്ന് പറയാൻ പറ്റില്ല. ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് വരേണ്ടത് റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. ഇമ്മ്യൂണിറ്റി കുറയുന്ന കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. പല അസുഖങ്ങളിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന പല അസുഖങ്ങൾ വേറെയുണ്ട്. പക്ഷേ അതിലെല്ലാം നമുക്ക് വരുന്നത് ഇങ്ങനെ അലർജിക് റെസ്പോൺസ് അല്ല. അതിൽ വരുന്നത് ഇൻഫെക്ഷൻസ് ആണ്. റിക്കറൻ്റ് ആയിട്ട് ന്യൂമോണിയ വരുന്നു, സൈനസൈറ്റിസ് വരുന്നു, അങ്ങനെയുള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർക്കാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവ് എന്ന് നമ്മൾ പറയുന്നത്. അത് പക്ഷേ ഭയങ്കര റെയറാണ്. അത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമല്ല ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കണത് എന്താ വെച്ചാൽ ഇമ്മ്യൂണിറ്റി ലേശം അധികമാണെന്നാണ് നമുക്ക് പറയാം. എന്തായാലും ഒരു ഓവർ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനെ ഇമ്മ്യൂണിറ്റി കുറവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്കൊരു ഡിഫെൻസ് മെക്കാനിസംസ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് ആഫ്റ്റർ അത് ഈ പറഞ്ഞ അലർജി ഉള്ളവർക്ക്. അപ്പം വേഗം ഇൻഫെക്ഷൻസ് ആർക്കെങ്കിലും അടുത്തൂടെ പോയാൽ തന്നെ ഇൻഫെക്ഷൻ കിട്ടുമെന്ന് പലരും പറയാറുണ്ട്. അതിലൊരു ആസ്പെക്റ്റിൽ ഇപ്പോൾ സ്കിന്നിൽ എസ്പെഷ്യലി ഒരു എക്സീമ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചൊറിഞ്ഞ് പൊട്ടി നീരൊലിക്കുന്ന ഒരു സ്റ്റേജ് വന്നാൽ അതിൽ സെക്കൻഡറിലി ഇൻഫെക്ഷൻ വരും. ഒറിജിനലി അലർജി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്കിന്നിൻ്റെ ബാരിയർ പോകും. ബാരിയർ ഇസ് നോട്ട് ഫംഗ്ഷനിങ് പ്രോപ്പർലി. ഇപ്പോൾ നോർമലി നമ്മുടെ സ്കിൻ ഇസ് ഡിഫെൻഡിങ് അഗൻസ്റ്റ് ഇൻഫെക്ഷൻ സ്കിന്നിൽ കയറാണ്ടിരിക്കാൻ സ്കിന്നിന് തന്നെ സ്വന്തമായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ വന്ന പാച്ചസിൻ്റെ മുകളിൽ സെക്കൻഡറിലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയാണ് നമ്മളും യൂഷ്വലി കാണുന്നത്. ഈ പറഞ്ഞ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ ഒരു ആസ്മയുള്ള ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരാൾക്ക് ഉള്ള പോലെ ആയിരിക്കില്ല ഇൻഫെക്ഷൻ വന്ന ആൾ റെസ്പോണ്ട് ചെയ്യണത്, ആസ്മക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്. കാര്യം അവർക്ക് ഇച്ചിരി എക്സാജറേറ്റ് പെട്ടെന്ന് വീസിങ് കൂടും അങ്ങനെയുള്ള. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അല്ല, റിക്കവറി ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും. മറ്റൊരു റിക്കവറി ആണ് അത്ര പെട്ടെന്ന് ചിലപ്പോൾ റിക്കവറി ഇല്ല. ഞങ്ങളൊക്കെ ബാച്ചിലറായിട്ട് കുറച്ച് കാലം പുറത്ത് താമസിച്ച ആൾക്കാരാണ്. അപ്പം അതിൽ മെയിനായിട്ട് ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അലർജി വരുന്ന കുറേ ആൾക്കാരുണ്ട്. പലപ്പോഴും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഈ ക്ലീൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആൾക്കാർക്ക് അലർജി വരുന്നത്? തുമ്മൽ, ചൊറിച്ചിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ആക്ച്വലി ക്ലീനിങ് ചെയ്യുമ്പോൾ വരുന്ന അലർജി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹൗസ് ഡസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്, വീട്ടിലുണ്ടാവുന്ന പൊടി. അത് വീടിൻ്റെ ഇപ്പോൾ ഏത് മുക്കും മൂലയിലും നമ്മൾ നോക്കിയാലും എന്തായാലും പൊടി ഉണ്ടാവും. നമ്മൾ യൂഷ്വലി നടക്കുന്ന സ്ഥലത്തല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്തായാലും കുറച്ച് ഡസ്റ്റ് ഉണ്ടാവും, നമ്പർ 1.
അത് കൂടാതെ ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എപ്പോഴും പൊടി മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി മാത്രം കാണാൻ പറ്റുന്ന ഒരു സൈസ് ചെറിയൊരു ജീവിയാണ്. ഈ മൂട്ട പോലെ അങ്ങനെ അത്ര വലുതൊന്നും അല്ല അത്, പക്ഷേ ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ്. അതിൻ്റെ ബോഡി പാർട്സും അതിൻ്റെ എക്സ്ക്രീറ്റയും ഭയങ്കര അലർജി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഡസ്റ്റ് മൈറ്റ്. അത് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ബെഡ്, പില്ലോ, ഇങ്ങനത്തെ നമ്മുടെ സോഫ, കുഷൻ, കാർപ്പറ്റ്സ്, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. കാര്യം നമ്മുടെ ഈ ബെഡിൽ എന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻ കുറേശ്ശെ ഒന്ന് ഇങ്ങനെ എക്സ്പോളിയേറ്റ് ചെയ്ത് പോകുമല്ലോ. ആ ഡെഡ് സ്കിന്നിലാണ് ഈ ചെറിയ ജീവി ജീവിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഇത് കൂടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി നമ്മുടെ അവിടെ കൂടുതലാണ്. ഈ ഹ്യൂമിഡ് ആവുന്ന ക്ലൈമറ്റിൽ, കാര്യം ഇതേ ആൾക്കാർ ഈ ഡസ്റ്റ് മൈറ്റ് അലർജിയും കൊണ്ട് ആൾക്കാർ പുറത്ത് പോകും. കാനഡയിൽ -20°C ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്കൊന്നും ആ സമയത്ത് പ്രശ്നം വരണമെന്നില്ല. നമ്മുടെ ഇവിടെ ഈ ഹ്യൂമിഡിറ്റി വരുമ്പോൾ ഈ ഡസ്റ്റ് മൈറ്റിനുള്ള പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റ് ആവാം നമുക്ക് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഒരു നമ്പർ 1 സാധനം. ഡസ്റ്റ് ഉണ്ട്, ഡസ്റ്റ് മൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പലപ്പോഴും വീടുകളിൽ കാണുന്ന സാധനമാണ് കോക്രോച്ച്. നമ്മൾ പലപ്പോഴും രാത്രി മാത്രമേ കോക്രോച്ചസ് പുറത്തിറങ്ങത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 1-2 കോക്രോച്ചിനെ പുറത്ത് കണ്ടാൽ തന്നെ ആ വീട്ടിൽ അതിൻ്റെ ഒരു എത്രയോ മൾട്ടിപ്പിൾ ടൈംസ് സാധനങ്ങൾ അകത്തെവിടെയോ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കോക്രോച്ചസ് ആസ്മ കൂട്ടുന്നതിലൊരു മെയിൻ ഘടകമാണ്. നമ്മൾ വിചാരിക്കാം 1-2 പാറ്റയല്ലേ ഉള്ളൂ, അത് പ്രശ്നമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, അത് പലപ്പോഴും ആസ്മേനെ എക്സാജറേറ്റ് ചെയ്യുന്നതിൽ ഒരു മെയിൻ ഫാക്ടറാണ് ഇത്. ഈ സെയിം ഡസ്റ്റ് മൈറ്റ് സ്കിന്നിലും ഇതേപോലെ അലർജീസ് ഉണ്ടാക്കും? സ്കിന്നിലും ഉണ്ടാക്കും ഇതേപോലെ തന്നെ. ഇപ്പോൾ കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്യാത്ത സോഫയിൽ അടച്ചിട്ട് വീട്ടിലേക്ക് പോയി അവിടെ നമ്മൾ സോഫയിൽ ഇരുന്നു എന്നൊക്കെ കോൺടാക്ട് വരുന്ന ഭാഗത്ത് ചിലപ്പം അലർജീസ് ഉണ്ടാക്കാം. കുറേ നാൾ കബേർഡിൽ വെച്ച് പൂട്ടിയിരിക്കുന്ന ഡ്രസ്സസ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് കുറേ 2-3 months ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡ്രസ്സ് നമ്മൾ എടുത്തിടുമ്പോൾ ഡ്രസ്സിൽ ഇതുമാതിരി ഡസ്റ്റ് മൈറ്റ് കയറിയിട്ടുണ്ടാവും. ചിലപ്പോൾ കബേർഡ്സിനകത്ത് ചിലപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ടാവും. അതേമാതിരി ഫംഗസും വരും ചില സമയത്ത്. ഈ ഫംഗസിനോടുള്ള അലർജീസും പഴയ ക്ലോത്ത്സിൽ, എസ്പെഷ്യലി പഴയത് ഇൻ ദ സെൻസ് ഓൾഡ് ക്ലോത്ത്സ് എന്നല്ല, കുറേ നാൾ നമ്മൾ അൺടച്ച്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ക്ലോത്ത്സ് ഇടുന്ന സമയത്ത് ആ മടക്കുകളിലൊക്കെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ, ഈ കൈൻ്റെ മടക്കിൽ, അണ്ടർ ആംസിൽ, അങ്ങനെ ടൈറ്റായിട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ അലർജീസ് ഉണ്ടാവാറുണ്ട്. എനിക്ക് അതുപോലെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പുറത്ത് താമസിക്കുന്ന ആൾക്കാർ വീട് ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ടാവും. പുറത്ത് താമസിക്കുന്ന ആൾക്കാർ നമ്മൾ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് അലർജി, തുമ്മൽ വരിക, ശ്വാസമുട്ടൽ വരിക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഴയ വീട് അടച്ചിട്ടിരിക്കുകയായിരിക്കും. അവിടെ ആ ലോങ് സ്റ്റാൻഡിങ് ഡസ്റ്റ് ഉണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നിലവും സംഗതിയും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ബെഡിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഈ ആൾക്കാർ വരും, നമ്മുടെ വീടെല്ലാം ക്ലീൻ ആക്കി ബെഡിൽ കയറി കിടക്കും. രാവിലെ ആകുമ്പോൾ ഇത് വരും. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ വന്ന് തുറക്കുന്ന വീടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈവൻ അതിന് 6 മാസമൊന്നും വേണമെന്നൊന്നുമില്ല, കുറച്ച് സമയം ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കരമായിട്ട് പ്രശ്നം. നമ്മളൊരു 2 മാസത്തേക്ക് നമ്മൾ ആ വീട് അടച്ചിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി തിരിച്ചു വന്ന് അത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ശ്വാസമുട്ടൽ വരാം. അതിൻ്റെ പോലെ തന്നെ നമ്മൾ ആ ബെഡ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, ബെഡ് അഡിക്വേറ്റ്ലി അതിൽ ഡസ്റ്റ് മൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ആസ്മയും അലർജി. അതുകൊണ്ട് ഭയങ്കര ഈ നാട്ടിൽ വരുമ്പോൾ മാത്രം പ്രശ്നം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നാട്ടിൽ വരും, അതായത് പുറത്ത് പോകുമ്പോൾ പ്രശ്നമില്ല, വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് ഐഡിയലി ഇതൊക്കെ വാക്യൂം ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ തുടച്ചെടുക്കുകയല്ലേ ചെയ്യുള്ളൂ സാധാരണ. വാക്യൂം ചെയ്യണം ഈ മാട്രസ്, സോഫ, കുഷൻ. ഈ വെയിലത്തിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ബെഡൊക്കെ വെയിലത്ത് ഫംഗസ് പോകും. ഫംഗസ് കുറെയൊക്കെ ഒരു പരിധി വരെ ഫംഗസ് കുറെയൊക്കെ കുറയും. പക്ഷെ ഡസ്റ്റ് മൈറ്റ് അപ്പോഴും പോകില്ല. ഡസ്റ്റ് മൈറ്റ് വാക്യൂം ചെയ്തെടുക്കും. വാക്യൂം ചെയ്യാൻ വേണ്ടി വരും. വാക്യൂം ചെയ്താൽ ഒരു പരിധി വരെ. ഇതും നമുക്ക് ഫുൾ പ്രൂഫ് അല്ല, പക്ഷേ ഒരു ടു ആൻ എക്സ്റ്റെൻഡ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാം. പലപ്പോഴും ഈ അലർജിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു പെർട്ടിക്കുലർ പേരാണ് എക്സീമ. എന്താണ് ഈ എക്സീമ? എക്സീമ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഒരു റിയാക്ഷൻ പാറ്റേൺ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 ടൈപ്പ് നമുക്ക് സ്കിന്നിൽ സാധാരണ അലർജീസ് കാണാം. ഒന്ന് എക്സീമ ആയിട്ട് കാണാം, ഒന്ന് ഈ തണർത്ത് പൊന്തി വരുന്ന റിയാക്ഷൻ ആയിട്ട് കാണാം. അപ്പോൾ അത് രണ്ട് ടൈപ്പ് റെസ്പോൺസ് ആണ് സ്കിന്നിൻ്റെ. അതിലൊരു റെസ്പോൺസ് ടൈപ്പാണ് എക്സീമ. ഇപ്പോൾ താരൻ ആക്ച്വലി ഒരു എക്സീമയാണ്. നമ്മൾ ഡെർമറ്റൈറ്റിസ് തന്നെയാണ് പറയാം താരന്. പക്ഷെ അത് അലർജിക്കല്ല. അലർജിക്കായിട്ടും വരാം എക്സീമ, നോൺ അലർജിക്കായിട്ടും വരാം എക്സീമ.